ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ റിയാസ് സലീം വന്നിട്ട് തീ കൊളുത്തിയിട്ട് പോയതിന് ശേഷം ബിഗ് ബോസ് വീട്ടിൽ ആകെ എല്ലാവരും നല്ല നമ്മുടെ ആദില, നൂറ, നെവിൻ ഇവരൊക്കെ ആയിട്ട് ഒരു അകൽച്ചയിലാണ് നമ്മുടെ ഷാനവാസ് ഒക്കെ ആയിട്ട്. അപ്പോൾ ശരിക്കും ആദിലയാണ് വന്നിട്ട് ഷാനവാസിനോട് നെവിൻ്റെ കാര്യം പറയട്ടെ എന്ന് ചോദിച്ചതും പുള്ളിക്കാരൻ പെർമിഷൻ കൊടുത്തതും പിന്നീട് അത് എല്ലാം ആദില നൈസിന് ഷാനവാസിന്റെ തലയിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിനെ ചൊല്ലിയിട്ട് നമ്മുടെ നെവിൻ ഇന്ന് ആകെ വയലന്റ് ആയിരിക്കുകയാണ്. പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ഷാനവാസിനെ ഇനി ഒരിക്കലും എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കാണരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളെ ഒരിക്കലും ഇനി കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമ്മുടെ നെവിൻ പറയുന്നത്. ശരിക്കും നെവിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇവിടെ തെറ്റ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരാൾക്ക് അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് ഇഷ്ടമല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പോവരുത്. കൂടുതലായിട്ട് എന്തിനാണ് മറ്റൊരാളെ ഇങ്ങനെ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് മറ്റൊരാളുടെയുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇട്ട് അളുമ്പേട്ട യാതൊരു കാര്യമില്ല. സംസാരിക്കാം, നമുക്ക് വാക്കുകൾ കൊണ്ട് സംസാരിക്കാം. പക്ഷേ എന്ന് കരുതി മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാതെ, അതും ഇത്രയും പ്രായമായ നെവിന് കുട്ടിക്കളി മാറിയില്ല എന്ന് പറയുമ്പോൾ അത് അവരവരുടെ വീട്ടിൽ മാത്രമേ കൊള്ളാവൂ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടമുള്ളവരുണ്ടാവാം, ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവാം. ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഇപ്പോൾ പുറത്തു പോയതിന് ശേഷം നമ്മുടെ പ്രവീണാണെങ്കിൽ ഇതേക്കുറിച്ചിട്ട് ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാതെ വന്നു. അദ്ദേഹം അതിനെ തെറ്റിദ്ധരിച്ചു. പിന്നീട് മനസ്സിലായി ഇത് നെവിൻ്റെ സ്വഭാവമാണെന്ന് മനസ്സിലായപ്പോൾ ഓക്കെ ആയി എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അഭിലാഷും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭിലാഷിനും ആദ്യം ഈ ഒരു ക്യാരക്ടർ വലിയ ബുദ്ധിമുട്ടായി തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിൽ നെവിൻ ഓരോ വ്യക്തികളോടും ഇടപെടുന്നുണ്ടെങ്കിൽ അത് നെവിൻ്റെ കയ്യിലെ തെറ്റ് മാത്രമാണ്. അതിന് മറ്റുള്ളവരെ പഠിച്ചിട്ട് എന്താ? അപ്പോൾ എന്തായാലും നെവിൻ ഇപ്പോൾ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ, ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഷാനവാസിനെ ഒരിക്കലും കാണരുത് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് നെവിൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള കൂടുതൽ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും